ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങളൊരു സദസ്സിൽ നിൽക്കുകയാണ്. അവിടെ കുറച്ച് ആളുകൾ കൂടി വെക്കുന്നുണ്ട്. അതിൽ വെച്ച് ഒരാൾ നിങ്ങളെ അപമാനിക്കുന്നു അല്ലെങ്കിൽ കളിയാക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞാവാം, അല്ലെങ്കിൽ ജോലിയെപ്പറ്റി പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ നിറം, ഹൈറ്റ്, വെയിറ്റ് എന്നിവയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടാവാം. ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ വേഗത്തിൽ പടപെട്ടാന്ന് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖമൊക്കെ ചുവന്ന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ അടി മുതൽ മുടി വരെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നിങ്ങളൊന്നും ചെയ്യുന്നില്ല. മുഖത്തൊരു പുഞ്ചിരിയുമായിട്ട് ശാന്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ കളിയാക്കലും അവമാനിച്ചുള്ള സംസാരമൊക്കെ പാറപ്പുറത്ത് പെയ്ത മഴ പോലെ ഒലിച്ചിറങ്ങി പോകുന്നു. അത് നിങ്ങളുടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റിയാലോ? ഇതൊരു ഫാൻറ്റസി ഒന്നുമല്ല. പുരാതന സ്റ്റോയിക്കുകളായ മാർക്കസ് ഒറേലിയസ്, സെനേക്ക, എപ്പിക്ടെറ്റസ് എന്നിവരൊക്കെ 2000 വർഷം മുമ്പ് ഈ കഴിവ്, ഈ വൈദഗ്ധ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്റ്റോയിക്കുകൾ എന്ന് പറഞ്ഞാൽ പുരാതന ഗ്രീക്ക് ഫിലോസഫിയായ സ്റ്റോയിസിസം ഫോളോ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കഴിവ് എങ്ങനെ നേടിയെടുക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനത്തോടെ ഒരു അപമാനത്തിനും, ഒരു കളിയാക്കലിനും, ഒരു വിമർശനത്തിനും, ഒരു പ്രകോപനത്തിനും നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. ദേഷ്യം അല്ലെങ്കിൽ കോപം ഒരു കെണിയാണെന്ന് പറയും. ദേഷ്യം നമ്മൾ കാണുമ്പോൾ ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നും. പക്ഷേ അതൊരു ട്രിക്കാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക, എന്താ പറയുക എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിന്തകളിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ബന്ധങ്ങൾ തകർക്കും. അതിനേക്കാളൊക്കെ വേഴ്സ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ പ്രകോപിച്ച വ്യക്തിക്ക് കൺട്രോൾ നൽകും, നിയന്ത്രണം നൽകും. സെനേക്ക കോപത്തിന് കൃത്യമായി നിർവഹിച്ചത് ഇങ്ങനെയാണ്. കോപം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭ്രാന്താണെന്ന്. നിങ്ങൾ ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ പിന്നെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്ത ആൾ, ദേഷ്യം പിടിപ്പിച്ച ആൾ ഒരു പ്രശ്നമല്ല, പിന്നെ പ്രശ്നമാകുന്നത് നിങ്ങളാണ്, അല്ലേ? യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഡൊമിനേഷനിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ ആധിപത്യം നേടുന്നതിലല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കാൻ പഠിക്കലാണെന്ന് സ്റ്റോയിക്കുകൾ വിശ്വസിച്ചു. സ്വയം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ നിയന്ത്രിക്കുക, പ്രേരണകളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുക, തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോഴും നിങ്ങളെ ലക്ഷ്യങ്ങളെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന മാർക്കസ് അറേലിയസിൻ്റെ ഒരു കഥ ഉണ്ട്. വലിയ ചക്രവർത്തിയൊക്കെ തന്നെ ആണെങ്കിലും എല്ലാ ദിവസവും അദ്ദേഹം വഞ്ചനയും അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയും അവഹേളനമൊക്കെ നേരിടാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജേണലുണ്ട്, മെഡിറ്റേഷൻസ്. അതുപോലും ഒരു ഭരണാധികാരി എഴുതിയ പോലെ തോന്നില്ല നമുക്ക്, ഒരു സന്യാസി എഴുതിയ പോലെയാണ് വായനക്കാർക്ക് തോന്നുക. അദ്ദേഹം ഒരു ദിവസം ഒരു ഗവൺമെൻറ് ഫോറത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു സെനറ്റർ അദ്ദേഹത്തെ പരസ്യമായിട്ട് പരിഹസിച്ചു. വേറെ വല്ല രാജാക്കന്മാരാണെങ്കിൽ എപ്പോൾ തല പോയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ മാർക്കസ് അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല, മറുപടി പോലും പറഞ്ഞില്ല. പകരം അദ്ദേഹം അന്ന് രാത്രി തൻ്റെ ജേണലിൽ ഇങ്ങനെ എഴുതി: ഇന്ന് ഞാൻ സ്വാർത്ഥരും പരുഷ സ്വഭാവമുള്ളവരും അഹങ്കാരികളുമായ ആളുകളെ കണ്ടുമുട്ടും. ഞാൻ അവരെ അനുവദിക്കാതെ അവർക്ക് എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ശാന്തത പാലിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമുക്ക് കഴിയില്ലേ? തീർച്ചയായും കഴിയും. ഇനി എങ്ങനെ ഈ അപമാനത്തൊക്കെ റീഫ്രെയിം ചെയ്യാം, പുനർരൂപകൽപ്പന ചെയ്യാമെന്ന് പറയാം. സെനേക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നമ്മളൊക്കെ യാഥാർത്ഥ്യത്തെക്കാളേറെ ഭാവനയിലാണ് കൂടുതൽ സഫർ ചെയ്യുന്നത് എന്ന്. ശരിയാണ് അല്ലേ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ കളിയാക്കിയാലും നമ്മൾ അന്ന് മുഴുവൻ അതിനെപ്പറ്റി ആലോചിക്കും. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ടെൻഷനായി നടക്കും. ശരിക്കും അവർ പറയുന്നത് നമ്മൾ സമ്മതിച്ചാലല്ല, അല്ലെങ്കിൽ അതിനോട് യോജിക്കുകയാണെങ്കിൽ മാത്രമല്ല ആ വാക്കുകൾ നമ്മൾ വേദനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുമ്പോൾ, ആരെങ്കിലും കളിയാക്കുമ്പോൾ നിശബ്ദമായി ചോദിക്കുക: ഇത് ശരിക്കും എന്നെ പറ്റിയാണോ? സാധാരണഗതിയിൽ അങ്ങനെ ആവാറില്ല. ഇതാണ് വാസ്തവം. മറ്റുള്ളവരുടെ വാക്കുകളും അവരുടെ വേദനയുടെ കണ്ണാടിയാണ് പോലും. അവരിപ്പോൾ പോകുന്ന അവസ്ഥ കാരണമുള്ള ഫ്രസ്ട്രേഷൻസ് നിങ്ങളോട് കാണിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഭാരം നിങ്ങളുടെ തലയിൽ ഇറക്കി വയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ആരെങ്കിലും അപമാനിച്ചാലും അതൊരു ചെവിയിലൂടെ എടുത്ത് മറ്റേ ചെവിയിലൂടെ വിട്ട് കളയുക. നമ്മളെ ചുറ്റുപാട് എന്തൊക്കെ ശബ്ദങ്ങളുണ്ട്, നമ്മളെല്ലാം കേൾക്കാറുണ്ടോ? ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. അപ്പോൾ ആ അപമാനങ്ങളെയും ആവശ്യമില്ലാത്ത ശബ്ദമായിട്ട് കാണുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ കോപമൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് കാണാം. വരുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങൾ നിയന്ത്രിക്കുക. ഒരിക്കലും അടിമയും പിൽക്കാലത്തെ മഹാനായ ഫിലോസഫറായി മാറുകയും ചെയ്ത ആളാണ് നമ്മുടെ എപ്പിക്ടെറ്റസ്. അദ്ദേഹം പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠമുണ്ട്. അതിങ്ങനെയാണ്: ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്, എന്നാൽ ചിലത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറ്റുള്ളവരുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ അതിനുള്ള നിങ്ങളുടെ റെസ്പോൺസ്, പ്രതികരണം, അതെപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കില്ല. പകരം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംരക്ഷിക്കാൻ നിങ്ങൾ തുടങ്ങും, നിങ്ങളുടെ സ്വന്തം മനസ്സ് സംരക്ഷിക്കാൻ. ലോകപ്രശസ്ത ബോക്സറായിരുന്ന മുഹമ്മദ് അലിയെക്കുറിച്ചുള്ള ഒരു ഫേമസ് കഥ ഉണ്ട്.
അതിങ്ങനെയാണ്. ഒരിക്കലൊരു ടി വി അഭിമുഖത്തിനിടെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെക്കുറിച്ച് കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ലൈവ് ടി വിയിൽ അവതാരകൻ സംസാരിച്ചു. എല്ലാവരും ഇങ്ങനെ കാത്തിക്കുകയാണ് മുഹമ്മദ് അലി എന്ത് മറുപടി കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് തിരിച്ചുവരവിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നതറിയോ? ഒന്ന് ചിരിച്ചു, സീറ്റിലേക്ക് ഒന്ന് ചാരിയിരുന്നു, ഒന്നും മിണ്ടിയില്ല. ആ നിശബ്ദത അത്രയും പവർഫുള്ളായിരുന്നു. അവതാരകൻ മുഹമ്മദ് അലി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ച ചോദ്യം തിരിച്ച് അയാൾക്ക് തന്നെ ഇൻസൾട്ടായി. പിന്നീട് അതേപ്പറ്റി ചോദിച്ചപ്പോൾ മുഹമ്മദ് അലി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മൗനം ഏതൊരു പഞ്ചിനേക്കാളും ഉച്ചത്തിലുള്ളതായിരുന്നു എന്ന്. അവിടെ സ്റ്റോയിസിസമാണ് വർക്ക് ചെയ്തത്. ചിലപ്പോൾ നിസ്സംഗത എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിരിക്കും. അടുത്തൊരു പോയിൻ്റാണ് നെഗറ്റീവ് വിഷ്വലൈസേഷൻ. ഈ പറഞ്ഞ സ്റ്റോയിക്കുകളൊക്കെ അപമാനങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ മാർക്കസ് അറേലിയസിൻ്റെ കാര്യം. ഇന്നു രാവിലെ അദ്ദേഹം സ്വയം ഓർമ്മപ്പെടുത്തും പോലും, ഇന്ന് ഞാൻ വഞ്ചന, നന്ദികേട്, അഹങ്കാരം ഒക്കെ നേരിടേണ്ടി വരും. അതൊരു പെസിമിസം അല്ല. പെസിമിസം എന്ന് വെച്ചാൽ ഒരു നിരാശാവാദമൊന്നുമല്ല, അതൊരു പരിശീലനമാണ്. ഏറ്റവും മോശമായത് സംഭവിക്കുമെന്ന് സങ്കല്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് സർപ്രൈസ് ആവുന്നത് അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് നിർത്തുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷ സംഭവിക്കുമ്പോൾ അത് നിങ്ങളെ വേദനിപ്പിക്കില്ല. ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും. അടുത്തൊരു പോയിൻ്റാണ് എല്ലാറ്റിനോടും ശാന്തതയോടെ, നിസ്സംഗതയോടെ പ്രതികരിക്കുക. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കോ മെഴുകുതിരിയോ സങ്കല്പിക്കാം. നമ്മളൊരു പാത്രം എടുത്ത് അത് മൂടി വയ്ക്കുന്നു. എന്താ സംഭവിക്കുക? കെട്ടുപോകും അല്ലേ? ഓക്സിജൻ കിട്ടാതായാലും തീ കെട്ടുപോകും. അതുപോലെ തന്നെയാണ് കോപവും. നിങ്ങൾ ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ഒന്ന് പുഞ്ചിരിക്കുക, ശ്വാസം വലിച്ചെടുക്കുക. അവർക്കൊന്നും കൊടുക്കരുത്. കൗണ്ടർ അറ്റാക്ക് വേണ്ട, പ്രഷർ കൂടി സംസാരിക്കേണ്ട, എക്സ്പ്ലനേഷൻ വേണ്ട, ശാന്തത മാത്രം മതി. അങ്ങനെ നമ്മൾ ശാന്തത കൈവരിച്ചാൽ മറ്റേ ആളുടെ ശക്തി അപ്പം തന്നെ അപ്രത്യക്ഷമാകും. സ്റ്റോയിസിസം എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ട്രിക്കൊന്നുമല്ല, അതൊരു ഡെയിലി വർക്കൗട്ടാണ്. എന്നും രാത്രി ജേണൽ എഴുതുക, മനസ്സ് ശാന്തമാക്കാനുള്ള കാര്യങ്ങൾ, എക്സസൈസുകളൊക്കെ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാം. നല്ലോണം ദേഷ്യം വന്ന അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ച ആ നിമിഷങ്ങൾ, ആ സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ സിറ്റുവേഷനിൽ കുറച്ചും കൂടി നന്നായി എനിക്ക് എങ്ങനെ പ്രതികരിക്കാമായിരുന്നു എന്ന്. കാലക്രമേണ നിങ്ങളുടെ ഇമോഷണൽ മസിൽസൊക്കെ വളരും. പിന്നെ ഒരിക്കൽ നിങ്ങളെ ചൂട് പിടിപ്പിച്ചിരുന്ന, ദേഷ്യം പിടിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇളങ്കാറ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു ചാലഞ്ച് തരട്ടെ. അടുത്ത 7 ദിവസത്തേക്ക് ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പൂർണ്ണ ശാന്തതയോടെ പ്രതികരിക്കുക, അല്ലെങ്കിൽ തീരെ പ്രതികരിക്കാതിരിക്കുക. എന്നിട്ട് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് കമൻ്റായിട്ട് പറയുക. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി നിങ്ങളുടെ ശക്തി ചിലവാക്കുന്നത് നിർത്തുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് അല്ലെങ്കിൽ വീണ്ടെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓർക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോല് മറ്റൊരാൾക്ക് കൊടുക്കാതെ ആർക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സ്റ്റോയിക്കുകൾക്ക് അതറിയാമായിരുന്നു. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇത് നിങ്ങളുടെ വഴിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് വേണ്ടി ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ പറയുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കും.